ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് പൊങ്കാല ഇടുന്നത്. അതിന് ആ ഒരു അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. എൻ്റെ 11ാമത്തെ പൊങ്കാലയാണ്. ഇന്നേ ദിവസം ഞാൻ ശർക്കര പായസവും വെള്ളച്ചോറും തെരളിയും വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം ഞങ്ങൾക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ആറ്റുകാലമ്മയ്ക്ക് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ ട്രാൻസ് കമ്മ്യൂണിറ്റികൾ 2 ദിവസം മുമ്പ് ഒരു വിളക്ക് കെട്ട് സമർപ്പിച്ചിരുന്നു. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അഭിമാനമാണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമാണ്. എല്ലാ ഒരുക്കങ്ങളുമായി പായസവും ഞാൻ പായസം മാത്രമാണ് ഇടുന്നത്. പിന്നെ എൻ്റെ അമ്മയുണ്ട്, അമ്മ തെരളിയും പായസവും വയ്ക്കുന്നുണ്ട്. നമസ്കാരം. ജാതി മത ഭേദമന്യേ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളും ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെയാണ് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കോൺഗ്രസ് പ്രവർത്തകയായ അമയ പ്രസാദാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ വർഷവും നമ്മൾ കണ്ടിരുന്നു. എത്രാമത്തെ വട്ടമാണ് പൊങ്കാല ഇടുന്നത്? 3ാമത്തെ വട്ടമാണ് പൊങ്കാല ഇടുന്നത്. അമ്മയുടെ അനുഗ്രഹം? അമ്മയുടെ ആഗ്രഹമുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ ആഗ്രഹങ്ങൾ മനസ്സിലല്ല, നമ്മൾ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് പൊങ്കാല ഇടുന്നത്. അതിന് ആ ഒരു അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവാറുണ്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. കറക്റ്റ് റിസൾട്ട് തരുന്നൊരു ഭഗവാനാണ്. തീർച്ചയായിട്ടും കറക്റ്റ് റിസൾട്ട് തരുന്ന അമ്മയാണ് എൻ്റെ ആറ്റുകാലമ്മ. എവിടുന്നാണ്? എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. ഇപ്പൊ ഇവിടെ സെറ്റിലായിട്ട് 1.5 വർഷം ആകുന്നതേ ഉള്ളൂ. എൻ്റെ 4ാമത്തെ പൊങ്കാലയാണ്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. അത്രേ ഉള്ളൂ. പേരെന്താ? എൻ്റെ പേര് നിഖിത. ഓക്കെ. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അസ്മ. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. എൻ്റെ 11ാമത്തെ പൊങ്കാലയാണ്. ഇന്നേ ദിവസം ഞാൻ ശർക്കര പായസവും വെള്ളച്ചോറും തെരളിയും വയ്ക്കുന്നുണ്ട്. ഇനിയും വരും വർഷങ്ങളിലെല്ലാം ഇതേപോലെ തന്നെ ഞങ്ങളെ കൂട്ടായ്മയായിട്ട് സന്തോഷത്തോടും കൂടെ ആരോഗ്യത്തോടും കൂടെ അമ്മയ്ക്ക് പ്രസാദം സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യം കിട്ടുമെന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നെ ഈ വർഷം ഞങ്ങൾക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ആറ്റുകാലമ്മയ്ക്ക് ഞങ്ങളെ തിരുവനന്തപുരം ജില്ലയിലെ ട്രാൻസ് കമ്മ്യൂണിറ്റികൾ 2 ദിവസം മുമ്പ് ഒരു വിളക്ക് കെട്ട് സമർപ്പിച്ചിരുന്നു. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അഭിമാനമാണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമാണ്. നല്ല വിജയമായിരുന്നു. ഇനി വരും വർഷങ്ങളിലും അത് ഞങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകണം. ആ വിളക്ക് കെട്ടുമായിട്ട് അമ്മയുടെ നടയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആരാണ് ഈ വിളക്ക് കെട്ടിന് നേതൃത്വം? അങ്ങനെയില്ല, തിരുവനന്തപുരം ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആണ് നമ്മൾ ആ ഒരു വിളക്ക് കെട്ട് ഇത് ചെയ്തത്. ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്തു. അത് നല്ല ആഘോഷത്തോടു കൂടിയാണ്. അത് സാധാരണ രീതിയിലല്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡാൻസ്, പാട്ട്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഉലക്ക ഡാൻസ്. കേരളത്തിലെ എല്ലായിടത്തും ഫെയിമാണ്. അതൊക്കെ കളിച്ച ആളാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. അപ്പൊ അത് ഫെയിമാണ്. അപ്പൊ അതൊക്കെ ഞങ്ങൾ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ രീതിയിൽ തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വിളക്ക് കെട്ട് ഇതാക്കി. അമയപ്രസാദ് പിന്നെ അഭിനേത്രി മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തക കൂടിയാണ്. എന്താണ് ഇപ്പോഴത്തെ പൊസിഷൻ? എന്തായാലും ഏത് നമ്മൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ VD സതീശ സാറ് പുതുയുഗ യാത്രയുമായി വന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം തീയതി മറ്റന്നാൾ ഞങ്ങള് ഇവിടെ പിന്നെ നമ്മുടെ നെടുമങ്ങാട് വെച്ച് സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ എന്താ? ഞാൻ സംസ്ഥാന പ്രസിഡന്റ്, സ്റ്റേറ്റ് പ്രസിഡന്റ്. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് ആണ് നിലവിൽ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. പേരെന്താണ്? എൻ്റെ പേര് അഞ്ജനയാണ്. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണിത്. ട്രിവാൻഡ്രം തന്നെയാണ്, സിറ്റിയിൽ തന്നെയാണ്. വളരെ എക്സൈറ്റ്മെന്റിലാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് ഗൗരി. ഞാൻ എറണാകുളം സ്വദേശിനിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് പൊങ്കലിടാൻ സാധിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ 4 വർഷം ഒരു മുടക്കം കൂടാണ്ട് ഇടാൻ സാധിക്കുന്നത്. എന്തായാലും അമ്മയുടെ അനുഗ്രഹത്തിനായി, ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അമയപ്രസാദിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്, കോൺഗ്രസ് പ്രവർത്തകയാണ്, അഭിനേത്രിയാണ്. കഴിഞ്ഞ വർഷവും നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു അവർ പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത്.
ഒരുക്കങ്ങളൊക്കെ ആയോ? എന്തൊക്കെയാണ്? എല്ലാ ഒരുക്കങ്ങളുമായി. പായസവും ഞാൻ പായസം മാത്രമാണ് ഇടുന്നത്. പിന്നെ എൻ്റെ അമ്മയുണ്ട്, അമ്മ തെരളിയും പായസവും വയ്ക്കുന്നുണ്ട്. അമ്മ ഇവിടെ തെരളി വെച്ചോണ്ടിരിക്കുന്നത് വേണ്ട, കുഴപ്പമില്ല, അമ്മ എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഉള്ളത്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നിരവധി ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിനായി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.